ഹായ് ഹലോ, ഞാൻ നിംസ് 777 ടാറോ റീഡിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂവേഴ്സിന് വേണ്ടിയിട്ട് യൂണിവേഴ്സിൻ്റെ ബ്ലെസ്സിങ്സോട് കൂടി നമ്മൾ കാർഡ് ഷഫിൾ ചെയ്യാൻ പോവുകയാണ്. ഈ റീഡിംഗ് എന്ന് പറയുന്നത് ടൈംലെസ് റീഡിംഗ് ആണ്, ജനറലിസ്റ്റ് റീഡിംഗ് ആണ്. ജനറൽ റീഡിംഗ് ആണ്. നിങ്ങൾ എപ്പോൾ കാണുന്നുവോ അപ്പോൾ മുതൽ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്ന റീഡിംഗ് ആണ്. ആദ്യം നമുക്ക് ടാറോ കാർഡ് എടുക്കാം. നിങ്ങളുടെ പേഴ്സൻ്റെ നൈറ്റ് തോട്ട്സ് ആണ് ഇന്ന് നമ്മൾ നോക്കുന്നത്. കഴിഞ്ഞ ദിവസം നിങ്ങളെ അവർക്ക് മിസ് ചെയ്തോ എന്ന് നമ്മൾ നോക്കുകയാണ്. ഇന്നലെ സൺഡേ അല്ലായിരുന്നേ, അപ്പോൾ എനിക്ക് കുറച്ച് പേഴ്സണൽ കാര്യങ്ങളുണ്ടായിരുന്നു, അതുകൊണ്ടാണ് റീഡിങ് എടുക്കാഞ്ഞത്. അപ്പോൾ ഒത്തിരി പേര് മെസ്സേജ് ചെയ്തു ലേറ്റ് നൈറ്റ് തോട്ട്സ് റീഡിങ് നോക്കണം, നൈറ്റ് തോട്ട്സ് റീഡിങ് നോക്കണം. അപ്പം അതുകൊണ്ട് നമ്മൾ ഇന്ന് നിങ്ങളുടെ പേഴ്സൻ്റെ രാത്രികാല ചിന്തകളാണ് നോക്കുന്നത്. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും ഒരു എനർജി അല്ല, ഡിഫറെൻറ്റ് എനർജിയാണ്. വാലിഡ് ആവുന്നവർക്ക് ഈ റീഡിങ് സ്വീകരിക്കാം കേട്ടോ. ആദ്യത്തെ കാർഡ് കിട്ടിയിട്ടുള്ളത് ഏസ് ഓഫ് പെൻഡക്കിൾ ആണ്. സെക്കൻഡ് കാർഡ് 9 ഓഫ് വാൻഡ്സ് ആണ്. ജഡ്ജ്മെന്റ് ആണ് തേർഡ് കാർഡ് കിട്ടിയിട്ടുള്ളത്. ഡെത്ത് ആൻഡ് റീബർത്ത് ആണ് ഫോർത്ത് കാർഡ് കിട്ടിയിട്ടുള്ളത്. നയൻ ഓഫ് പെൻഡക്കിൾ ആണ് ഫിഫ്ത്ത് കാർഡ് കിട്ടിയിട്ടുള്ളത്. കിങ് ഓഫ് വാൻഡ്സ് കാർഡാണ് സിക്സ്ത് കാർഡായിട്ട് കിട്ടിയിട്ടുള്ളത്. ടെൻ ഓഫ് കപ്സ് കാർഡാണ് സെവൻത്ത് കാർഡായിട്ട് കിട്ടിയിട്ടുള്ളത്. നിംസ് 777 അല്ലേ, അപ്പോൾ 7 എന്ന് പറയുന്ന നമ്പർ എനിക്കും പ്രിയപ്പെട്ടതാണ്. 7 കാർഡാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ഒരു കാർഡിൻ്റെ മീനിങ്ങിലേക്ക് പോവുകയാണ് കേട്ടോ. നോക്കാം. ആദ്യത്തെ കാർഡ് ഏസ് ഓഫ് പെൻഡക്കിൾ ആണ്. നോക്കാം. യൂണിവേഴ്സിനോട് ആദ്യം തന്നെ ഗ്രാറ്റിറ്റ്യൂഡ് പറയാനാണ് ഈ കാർഡ് പറയുന്നത്. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂവർക്ക് നിങ്ങളുടെ ലൈഫിൽ ഒരു പുരോഗതി വരാണ്, അബണ്ടൻ വരാണ്, കൈ നിറച്ച് സമ്പാദ്യത്തെയാണ് കാണിക്കുന്നത്. പെൻഡക്കിൾ കാർഡ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആഗ്രഹിച്ച ഒരു നേട്ടം നിങ്ങളിലേക്ക് എത്തുന്നു എന്നാണ് പറയുന്നത്. ഇവിടെ നിങ്ങൾ മുന്നോട്ട് എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. നിങ്ങളുടെ ലക്ഷ്യം എന്താണോ ആ ഒരു ലക്ഷ്യത്തെ യൂണിവേഴ്സായിട്ട് തന്നെ പിന്തുണയ്ക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. ഇവിടെ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രവൃത്തിയിൽ നിങ്ങൾക്ക് അബണ്ടൻ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ യൂണിവേഴ്സ് നിങ്ങളെ അനുഗ്രഹിക്കുന്നു എന്നാണ് പറയുന്നത്. ഇവിടെ യൂണിവേഴ്സ് അനുഗ്രഹിക്കുമ്പോൾ നമ്മൾ പറയേണ്ട കാര്യം എന്താണ്? എൻ്റെ ആഗ്രഹങ്ങൾ എനിക്ക് സാധിപ്പിച്ചു തന്നതിന്, നിങ്ങളുടെ ഏതാഗ്രഹമാണോ ആഗ്രഹങ്ങളെല്ലാം സാധിപ്പിച്ചു തന്നതിന് താങ്ക് യു യൂണിവേഴ്സ്. യൂണിവേഴ്സ് പറയുന്നു നിങ്ങൾ ഹാർവസ്റ്റിന് തയ്യാറായിക്കോളൂ. നിങ്ങൾ ചെയ്തിട്ടുള്ള പ്രവൃത്തിക്കുള്ള ഫലം നിങ്ങളുടെ കൈകളിലേക്ക് എത്തുകയാണ്. ഇവിടെ നിങ്ങൾ ചെയ്യുന്ന കാര്യമെന്ന് പറയുന്നത് റൈറ്റ് ഡയറക്ഷൻ ആണെന്ന് യൂണിവേഴ്സ് പറയുന്നു. മുന്നോട്ട് പോകാനാണ് യൂണിവേഴ്സ് പറയുന്നത്. നിങ്ങളുടെ പ്രവൃത്തിക്കുള്ള പ്രതിഫലം നിങ്ങളുടെ കൈകളിലേക്ക് യൂണിവേഴ്സ് ആയിട്ട് തന്നെ തരാണ്. അപ്പോൾ പ്രതീക്ഷയോട് കൂടിയിട്ട് നിങ്ങളോട് മുന്നോട്ട് പോകാൻ തന്നെയാണ് ഞാനും പറയുന്നത്. ആദ്യത്തെ കാർഡ് തന്നെ നിങ്ങളുടെ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ആണ് കാണിക്കുന്നത്. സെക്കൻഡ് കാർഡ് നോക്കാം. നയൻ ഓഫ് വാൻഡ്സ് കാർഡാണ് സെക്കൻഡ് കാർഡ് കിട്ടിയിട്ടുള്ളത്. നിങ്ങൾ യൂണിവേഴ്സ് പറയുന്നത് ഡിറ്റർമിനേഷനോട് കൂടിയിട്ട് മുന്നോട്ട് സഞ്ചരിക്കുക, മുന്നോട്ട് പോവുക. നിങ്ങളിലെ ഫൈനൽ പുഷിനെയാണ് യൂണിവേഴ്സ് ഈ കാർഡ്സിലൂടെ കാണിച്ചു തരുന്നത്. തടസ്സങ്ങളെ മറികടക്കാനായിട്ട് നിങ്ങളെ കൊണ്ടേ സാധിക്കൂ എന്ന് യൂണിവേഴ്സ് ഇവിടെ പറയുന്നു. ഇവിടെ 8 വാൻഡ്സ് നിങ്ങൾക്ക് ഒരു തടസ്സമായിട്ട് നിൽക്കുകയാണ്. ആ തടസ്സങ്ങൾ മറികടക്കാനായിട്ട് നിങ്ങൾക്ക് യൂണിവേഴ്സിൻ്റെ ബ്ലെസ്സിങ്സ് ഉണ്ട്. ഒരു സ്റ്റക്ക് എനർജി ഉണ്ടെങ്കിൽ, നെഗറ്റീവ് എനർജി നിങ്ങളുണ്ടെങ്കിൽ അത് മറികടക്കാനും നിങ്ങൾക്കേ സാധിക്കൂ. ഇപ്പോൾ പ്രേയേഴ്സും കാര്യങ്ങളും ചെയ്യാത്തവരാണെങ്കിൽ, അത് ചെയ്യാനായിട്ട് മടി കാണിക്കുന്നവരാണെങ്കിൽ അത് നിങ്ങൾക്ക് തന്നെ സാധിക്കുമെന്ന് പറയുന്നത് ആ മടി എടുത്ത് കളയുക. നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യം സാധിക്കണമെങ്കിൽ
നിങ്ങൾ തന്നെ പ്രവർത്തിക്കാനാണ് യൂണിവേഴ്സ് പറയുന്നത്. ഇവിടെ എക്സൈറ്റ്മെൻ്റ് ആണ് കാണിക്കുന്നത്. നിങ്ങൾ വെയിറ്റ് ചെയ്യാണ് നിങ്ങൾക്കുള്ള നേട്ടത്തിന് വേണ്ടിയിട്ട്, നിങ്ങൾ ആഗ്രഹിച്ച കാര്യത്തിന് വേണ്ടിയിട്ട്. ഇവിടെ ഹോപ്പ് തന്നെയാണ് കാണിക്കുന്നത്, പ്രതീക്ഷ തന്നെയാണ് കാണിക്കുന്നത്. നിങ്ങളെന്ന വ്യക്തിയിലേക്ക് യൂണിവേഴ്സിൻ്റെ ബ്ലെസ്സിങ്സ് തന്നെയാണ് കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾ യൂണിവേഴ്സിനോട് താങ്ക് യു എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ ആഗ്രഹത്തെ നോക്കിക്കാണുക. ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾ നിങ്ങളെ തന്നെ ട്രസ്റ്റ് ചെയ്യുക, നിങ്ങളിൽ തന്നെ വിശ്വാസം അർപ്പിക്കുക. അവനവനിൽ ട്രസ്റ്റ് ചെയ്തുകൊണ്ട് പോസിറ്റീവ് തിങ്കിങ്ങോട് കൂടിയിട്ട് പ്രതീക്ഷയോട് കൂടിയിട്ട് നിങ്ങൾ ചെയ്യുന്ന കാര്യം നിങ്ങളിലേക്ക് തന്നെ എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. ഒന്ന് കാലെടുത്ത് വെച്ചാൽ നിങ്ങളെ കൊണ്ട് സാധിക്കാവുന്ന കാര്യമുള്ളൂ. അപ്പോൾ നിങ്ങളുടെ പേഴ്സൻ്റെ തിരിച്ചുവരവാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ നിങ്ങൾ ദൂരേക്ക് നോക്കിയിരിക്കുകയാണ് പ്രതീക്ഷയോട് കൂടിയിട്ട്. ആ പ്രതീക്ഷ എന്ന് പറയുന്നത് നിങ്ങളിലേക്ക് എത്തും. ഇവിടെ നിങ്ങളിലേക്ക് വരുന്ന ലൈറ്റിനെയാണ് കാണിക്കുന്നത്, ആ ഒരു സ്പാർക്കിനെയാണ് കാണിക്കുന്നത്. അപ്പോൾ ചോദ്യങ്ങൾ ചോദിക്കാം യൂണിവേഴ്സിനോട്, ആൻസർ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഈ റീഡിംഗ് കാണുന്ന നിമിഷം നിങ്ങളുടെ മനസ്സിലുള്ള ചോദ്യത്തിനുള്ള ഉത്തരവും യൂണിവേഴ്സ് നിങ്ങളിലേക്ക് കാണിച്ചു തരികയാണ്. ആക്ഷനെയാണ് കാണിക്കുന്നത്. നിങ്ങൾ പ്രതീക്ഷയോട് കൂടിയിട്ട് നിങ്ങൾ തന്നെ വിശ്വസിച്ചുകൊണ്ട് നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തി നിങ്ങളിലേക്ക് തന്നെ എന്നാണ് കാർഡ് പറയുന്നത്. ജഡ്ജ്മെൻ്റ് ആണ് കിട്ടിയിട്ടുള്ളത്. ജഡ്ജ്മെൻ്റ് കാർഡ് പറയുന്നത് നിങ്ങളുടെ പേഴ്സൻ്റെ എനർജിയാണ്. സെൽഫ് റിയലൈസേഷനാണ് ഈ കാർഡ് പറയുന്നത്. അണ്ടർസ്റ്റാൻഡിങ്ങിനെയാണ് ഈ കാർഡ് പറയുന്നത്. സ്പിരിച്വൽ ആയിട്ടുള്ള എവേക്കനിങ് അവർക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ നിങ്ങളിലേക്ക് വരുവാനായിട്ടുള്ള എനർജിയാണ് കാണിക്കുന്നത്. സത്യം മനസ്സിലാക്കിക്കൊണ്ട്, നിങ്ങളുടെ ഹേർട്ടിനെ മനസ്സിലാക്കിക്കൊണ്ട് അവർ തിരിച്ചു വരുവാനായിട്ട് ആഗ്രഹിക്കുന്നു. ഇവിടെ യൂണിവേഴ്സ് ആയിട്ട് തന്നെ അവരിലേക്ക് കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുക്കുന്നു. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾ എല്ലാ ദിവസവും പ്രാർത്ഥിക്കുന്നുണ്ട്, പോസിറ്റീവ് തിങ്കിങ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ചെയ്തവർക്ക് ഇവിടെ ഒരു ഷൈനാണ് കാണിക്കുന്നത്. നിങ്ങളുടെ ആത്മാവിനെ തന്നെ നിങ്ങൾ തിരിച്ചറിയുമ്പോൾ മെഡിറ്റേഷൻ പോലുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ട് നിങ്ങളെ തന്നെ കൺട്രോളിലേക്ക് കൊണ്ടുവരിക, നിങ്ങളുടെ മനസ്സിനെ നിങ്ങളുടെ കൺട്രോളിലേക്ക് കൊണ്ടുവരിക. അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പ്രപഞ്ചശക്തി കുറേ സയൻസ് കാണിച്ചു തരും. നിങ്ങളുടെ പ്രേയേഴ്സ് തന്നെയാണ് നിങ്ങളുടെ പേഴ്സന് മാറ്റം കൊടുക്കുന്നത്. നിങ്ങൾക്ക് കാത്തിരിക്കാം, കാരണം ഓരോ ദിവസവും നിങ്ങൾ ഹീലാവുന്നതോടൊപ്പം തന്നെ അവരിൽ മാറ്റം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർ ചിന്തിക്കുന്നത് നിങ്ങളിലാണ് അവർ സന്തോഷിച്ചിരുന്നത്, നിങ്ങളിലാണ് ഒരു ഷൈൻ അവർ കണ്ടിട്ടുള്ളത്, ഒരു പ്രകാശത്തെ കണ്ടിട്ടുള്ളത്. അപ്പോൾ നിങ്ങളെന്ന വ്യക്തിയിലേക്ക് തിരിച്ചു വരുവാനായിട്ട് ഒരുങ്ങുന്ന, അതിനുവേണ്ടി തയ്യാറെടുപ്പ് ചെയ്യുന്ന നിങ്ങളുടെ പേഴ്സൻ്റെ എനർജിയാണ് ജഡ്ജ്മെൻ്റ് കാർഡ് പറയുന്നത്. നിങ്ങൾക്കൊരു നീതി കിട്ടാൻ പോവുകയാണ്, കാരണം നിങ്ങളുടെ ആത്മാർത്ഥ സ്നേഹത്തെ ഇന്ന് അവർ മനസ്സിലാക്കുന്നു. യെസ്, നെക്സ്റ്റ് കാർഡ് കിട്ടിയിട്ടുള്ളത് ഡെത്ത് ആൻഡ് റീബർത്ത് ആണ്. ഇൻഫിനിറ്റി സൈനാണ് കാണിക്കുന്നത്, അനന്ത സാധ്യതയാണ് കാണിക്കുന്നത്, ഫ്യൂച്ചറാണ് കാണിക്കുന്നത്. നിങ്ങളുടെ ബന്ധം അവസാനിച്ചു എന്ന് നിങ്ങൾ കരുതിയിട്ടുണ്ടെങ്കിൽ, ഇനിയൊരു തുടക്കമില്ല എന്ന് നിങ്ങൾ കരുതിയിട്ടുണ്ടെങ്കിൽ അങ്ങനെയല്ല എന്ന് യൂണിവേഴ്സ് പറയുകയാണ്. ഇവിടെ തിരിച്ചറിവ് വന്നുകൊണ്ട് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് വരുന്നു എന്ന് തന്നെയാണ് ഡെത്ത് ആൻഡ് റീബർത്ത് കാർഡ് പറയുന്നത്. പുതിയ വിശ്വാസങ്ങൾ അവരിൽ വന്നിട്ടുണ്ട്. ന്യൂ ബിലീഫ്സ് എന്നാണ് ഈ കാർഡ് പറയുന്നത്. ഒരു ചേഞ്ച് അവരിൽ സംഭവിച്ചിട്ടുണ്ട്. അവർക്ക് കുറേ കാര്യങ്ങളിൽ വ്യക്തത വന്നിട്ടുണ്ട്. ഇവിടെ അവസാനിക്കുകയല്ല എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്, തുടക്കത്തെയാണ് യൂണിവേഴ്സ് പറയുന്നത്. പാസ്റ്റിലെ നിങ്ങളുടെ എനർജിയുമായിട്ട് അവർ കണക്ട് ചെയ്യുകയാണ്. അതായത് രാത്രി കാലങ്ങളിലൊക്കെ നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ അവരിൽ വരുന്നുണ്ടാവാം. അവർക്ക് ഉറങ്ങാൻ പോലും സാധിക്കുന്നുണ്ടാവില്ല. നിങ്ങളുമായിട്ടുള്ള നല്ല നിമിഷങ്ങളെ അവർ ഓർത്തെടുക്കുന്നുണ്ട്. നിങ്ങളിലേക്ക് എത്തിയാലേ അവർക്ക് എല്ലാ തരത്തിലും പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ സംഭവിക്കൂ എന്ന് അവർ തിരിച്ചറിയുന്നുണ്ട്. നിങ്ങൾ അത്രയേറെ മിസ് ചെയ്യുന്നു എന്ന് തന്നെയാണ് കാർഡ്സ് പറയുന്നത്. ഒരു ബിഗിനിങ്, ന്യൂ ബിഗിനിങ്ങിനെയാണ് ഈ കാർഡ് പറയുന്നത്, തുടക്കം. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് തിരിച്ചു വരുമ്പോൾ മുൻപ് എങ്ങനെയായിരുന്നു അതിനേക്കാളും ഒരു പടിക്ക് മേലെ നിങ്ങളെ സ്നേഹിക്കുവാനും നിങ്ങളെ തിരിച്ചറിയുവാനും മനസ്സിലാക്കിക്കൊണ്ട് ഈ ബന്ധം മുന്നോട്ട് പോവാനും അവർ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് തന്നെയാണെന്ന് യൂണിവേഴ്സ് പറയുന്നു. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂവേഴ്സ് എന്താ ചെയ്യേണ്ടത്? പ്രാർത്ഥിക്കുക എന്ന് എനിക്ക് പറയാനുള്ളൂ. ഇവിടെ നെക്സ്റ്റ് കാർഡ് കിട്ടിയിട്ടുള്ളത് 9 ഓഫ് പെൻഡക്കിൾ ആണ്. ഇവിടെ 9 ഓഫ് പെൻഡക്കിൾ കാർഡ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ എനർജിയാണ്. നിങ്ങൾക്ക് വരുന്ന മെറ്റീരിയൽ അബണ്ടനെയാണ് ഈ കാർഡ് പറയുന്നത്. ആദ്യത്തെ കാർഡ് തന്നെ കിട്ടിയിട്ടുള്ളത് പെൻഡക്കിൾ കാർഡാണ്. ഇവിടെയും കാർഡ് പറയുന്നത് പേഴ്സണലായിട്ടുള്ള അച്ചീവ്മെൻറ്റ്, നേട്ടം, ഇന്നർ പീസ്,
നിങ്ങളിൽ സമാധാനം വരാൻ പോവുകയാണ്. ഇത്രയും കാലം നിങ്ങൾ വേദനിച്ചിരുന്നുവെങ്കിൽ ഇനി നിങ്ങളിലേക്ക് സമാധാനമായിട്ടുള്ള അന്തരീക്ഷമാണ് വരുന്നത്. നിങ്ങൾ ആഗ്രഹിച്ചതുപോലെ സെലിബ്രേറ്റ് ചെയ്യാൻ പറയുകയാണ്. ഇവിടെ ഒരു ദൂതിനെയും കാണിക്കുന്നുണ്ട്, ഒരു മെസ്സേജും കാണിക്കുന്നുണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇവിടെ സാമ്പത്തികമായിട്ടുള്ള പുരോഗതി നിങ്ങളിലേക്ക് വരുന്നതോടൊപ്പം തന്നെ നിങ്ങൾ പ്രതീക്ഷിച്ചിരുന്ന നിങ്ങളുടെ പേഴ്സൻ്റെ മെസ്സേജോ കോളോ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാമെന്ന് പറയുകയാണ്. ഇവിടെ പോസിറ്റീവായിട്ടുള്ള കാർഡ് തന്നെയാണ് കാണിക്കുന്നത്, ഹാർവസ്റ്റിനെയാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾ തയ്യാറായിക്കോളൂ, നിങ്ങളുടെ പേഴ്സൻ്റെ തിരിച്ചു വരവും ഈ കാർഡ് പറയുന്നുണ്ട്. നിങ്ങളെ അത്രയേറെ അവർക്ക് മിസ് ചെയ്യുന്നുണ്ട്. യെസ്, കിങ് ഓഫ് വാൻസ് കാർഡാണ് കിട്ടിയിട്ടുള്ള കാർഡ്. നിങ്ങളുടെ പേഴ്സൻ്റെ തീരുമാനത്തെ, ഡിസിഷനെയാണ് ഈ കാർഡ് പറയുന്നത്. ഒരു രാജാവിനെ പോലെ അവർ തീരുമാനമെടുത്തു കഴിഞ്ഞു. ഇവിടെ രാജാവെന്ന് പറയുമ്പോൾ അവരുടെ തീരുമാനങ്ങൾക്ക് വളരെയേറെ പ്രാധാന്യമുണ്ട്. അവർ നിങ്ങൾക്ക് വേണ്ടിയിട്ട് തീരുമാനമെടുക്കുമ്പോൾ അത് ഉറച്ച തീരുമാനം തന്നെയാണ് എന്ന് തന്നെയാണ് കാർഡ്സ് പറയുന്നത്. നിങ്ങൾക്ക് വിശ്വസിക്കാം, പ്രപഞ്ച ശക്തിയിൽ വിശ്വസിക്കാം. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് വരുന്നു. തീരുമാനം എന്ന് പറയുന്നത് ഉറച്ചതാണ്. അവരെടുക്കാൻ പോകുന്ന ആക്ഷൻ എന്ന് പറയുന്നത് നിങ്ങളെ അവരുടെ ലൈഫിലേക്ക് ക്ഷണിക്കുക. അവരുടെ ഫ്യൂച്ചറിൽ നിങ്ങൾ അവരോടൊപ്പം വേണം. നിങ്ങളില്ലാതെ അവർക്ക് പറ്റില്ല എന്ന് തന്നെയാണ് അവരുടെ തീരുമാനം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ലാസ്റ്റ് കാർഡ് കിട്ടിയിട്ടുള്ളത് 10 ഓഫ് കപ്സ് കാർഡാണ്. അവരുടെ ഇമോഷനാണ്. ഇവിടെ തീരുമാനം എന്ന് പറയുന്നത് നിങ്ങളിലേക്ക് തന്നെയാണെന്ന് കാർഡ്സ് പറയുന്നു. ശേഷം കിട്ടിയിട്ടുള്ള കാർഡാണ് 10 ഓഫ് കപ്സ് കാർഡ്. ഫാമിലിയാണ് കാണിക്കുന്നത്. ഈ ബന്ധം എന്ന് പറയുന്നത് സോൾമേറ്റ് കണക്ഷൻ ആണ് എന്ന് അവർക്കിപ്പോൾ ഫീൽ ചെയ്യുന്നു. ഇവിടെ ഒരു ഡിവൈൻ കണക്ഷനാണ് ഈ ബന്ധമെന്ന് അവർ തിരിച്ചറിയുന്നു. ഇവിടെ അവരുടെ ഹേർട്ട് ഓപ്പൺ ചെയ്യുന്നത് നിങ്ങളിലേക്ക് തന്നെയാണ്. അവർ നിങ്ങളിലേക്ക് അവരുടെ സ്നേഹം പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ്. നിങ്ങൾ അവരുടെ ഫ്യൂച്ചർ വേണമെന്ന് പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഇവിടെ യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത് പ്രതീക്ഷയോട് കൂടിയിട്ട് വെയിറ്റ് ചെയ്യൂ. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് തന്നെയാണ്. നിങ്ങളില്ലാതെ പറ്റില്ല എന്ന് തിരിച്ചറിവ് വന്നിട്ടുള്ള നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി തന്നെയാണ് ഇവിടെ 10 ഓഫ് കപ്സ് കാർഡ് പറയുന്നത്. നിങ്ങളുമായിട്ടുള്ള കുടുംബജീവിതം അവർ ആഗ്രഹിക്കുന്നു. ഫ്യൂച്ചറിൽ നിങ്ങൾ വേണമെന്ന് അവർ ആഗ്രഹിക്കുന്നു. നിങ്ങളെ അത്ര കണ്ട് മിസ് ചെയ്യുന്ന നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി തന്നെയാണ് കാണിക്കുന്നത്. ഈ ബന്ധമെന്ന് പറയുന്നത് എവിടെയും എൻഡായി പോകുന്ന ഒന്നല്ല എന്ന് കാർഡ്സ് പറയുകയാണ്. ഫ്യൂച്ചറാണ് കിട്ടിയിട്ടുള്ളത്, ഒരു ഫാമിലിയാണ് കിട്ടിയിട്ടുള്ളത്, കമ്മ്യൂണിറ്റിയാണ് കിട്ടിയിട്ടുള്ളത്. നിങ്ങൾ യൂണിവേഴ്സിൻ്റെ ഭാഗമായി മാറിക്കഴിഞ്ഞ ആ ഒരു നിമിഷം മുതൽ, പോസിറ്റീവ് തിങ്കിങ് കൊണ്ടുവന്ന ആ ഒരു നിമിഷം മുതൽ ഇവിടെ നിങ്ങളുടെ പേഴ്സണ് മാറ്റം സംഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. യൂണിവേഴ്സായിട്ട് തന്നെ അവരിൽ മാറ്റം കൊടുത്തിട്ടുള്ളതാണ് കാണിക്കുന്നത്. ആരൊക്കെ നിങ്ങളുടെ ബന്ധത്തിൽ ഇടയിൽ പ്രവർത്തിച്ചാലും നെഗറ്റീവ് എനർജി ഉണ്ടെങ്കിലും യൂണിവേഴ്സ് ഇടപെട്ട് കഴിഞ്ഞാൽ പ്രപഞ്ചശക്തി നിങ്ങളുടെ പ്രെയർ വേണം കേട്ടോ. ആ പ്രേയേഴ്സ് ഇല്ലെങ്കിൽ പ്രപഞ്ചശക്തിക്ക് ഇടപെടാൻ പറ്റില്ല. നമുക്കൊരു കാര്യം സാധിക്കണമെങ്കിൽ നമ്മൾ പ്രാർത്ഥിക്കുക തന്നെ വേണം. അത് നേടിത്തന്നതിന് താങ്ക് യു എന്നും പറയുകയും വേണം. ഇവിടെ കിട്ടിയിട്ടുള്ള ആദ്യത്തെ കാർഡ് പറയുന്നത് ഓവർവെൽമഡ് എന്നാണ്. നോക്കാം. ഈഗോ, unfinished business, third party. അപ്പോൾ തേർഡ് പാർട്ടിയുടെ സാന്നിധ്യം നല്ല രീതിയിൽ കാർഡ്സ് പറയുന്നുണ്ട്. unappreciated, irresponsibilities, റിമൈനൈസിങ്. 7 കാർഡ് എടുത്ത് കഴിഞ്ഞു. എന്തെങ്കിലും ക്ലാരിറ്റി കിട്ടണമെങ്കിൽ നമുക്ക് ഒന്നുകൂടെ നോക്കാം. അവരുടെ മനസ്സിലുള്ള കാര്യത്തെയാണ് യൂണിവേഴ്സ് ഇവിടെ കാണിച്ചു തരുന്നത്. ദ സ്ട്രെസ് ഫ്രം ദിസ് ഈസ് ഡ്രെയിനിങ് മീ. ഈ സെപ്പറേഷൻ എന്ന് പറയുന്നത് അവരെ വളരെയേറെ തളർത്തുന്നു എന്നാണ് പറയുന്നത്. ഈ സെപ്പറേഷൻ എന്ന് പറയുന്ന ഈ സമ്മർദ്ദം എന്ന് പറയില്ലേ, ആ സമ്മർദ്ദം എന്ന് പറയുന്നത് അവരെ വളരെയേറെ വേദനിപ്പിക്കുന്നു. രാത്രികാലങ്ങളിൽ അപ്പോൾ അവർക്ക് ഉറങ്ങാനായിട്ട് സാധിക്കുന്നില്ല. അവർ നിങ്ങളെക്കുറിച്ച് തന്നെയാണ് ചിന്തിക്കുന്നത് എന്നാണ് കാർഡ് പറയുന്നത്.
അപ്പോൾ നിങ്ങളെ അവർക്ക് നല്ല രീതിയിൽ മിസ് ചെയ്യുന്നുണ്ട്. സെക്കൻഡ് കാർഡ് പറയുന്നത് ഐ ലെറ്റ് മൈ പ്രൈഡ് ഗെറ്റ് ഇൻ ദി വേ ഓഫ് അവർ കണക്ഷൻ. അവരുടെ അഭിമാനത്തെയാണ് കാണിക്കുന്നത്. അത് ചോദ്യം ചെയ്യപ്പെടുമോ എന്നുള്ള ഭയം അവരിലുണ്ടായിരുന്നു. We still have things to resolve and discuss. നമുക്ക് ഇനിയും കാര്യങ്ങൾ പരിഹരിക്കാനും ചർച്ച ചെയ്യാനുമുണ്ടെന്നാണ് അവർ പറയുന്നത്. അപ്പോൾ നിങ്ങളുമായിട്ട് സംസാരിക്കാനായിട്ട് അവർ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളുമായിട്ടുള്ള ഈ ബന്ധത്തിൻ്റെ സിറ്റുവേഷൻ എന്തെന്ന് വ്യക്തമായിട്ട് നിങ്ങളോട് സംസാരിച്ച് ഒരു കാര്യരമ്യതയിലൂടെ പോകാനായിട്ട് അവർ ആഗ്രഹിക്കുന്നുണ്ട്. Third party, there were other things that got in the way of us being together. നമ്മൾ ഒരുമിക്കുന്നതിന് തടസ്സമായിട്ട് മറ്റു കാര്യങ്ങളും ഉണ്ടായിരുന്നു എന്നവർ പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ്. അപ്പോൾ ഈഗോളൊരു പേഴ്സൻ്റെ എനർജി കാണിക്കുന്നുണ്ട്. സ്ഥാനങ്ങളുള്ള ഒരു വ്യക്തിയായിരിക്കാം സമൂഹത്തിൽ. അപ്പോൾ ഈ ഒരു ബന്ധം തുടർന്ന് പോയി കഴിഞ്ഞാൽ അവരുടെ സ്ഥാനത്തിന് അവർക്ക് ഒരു നഷ്ടം ഉണ്ടാകുമെന്ന് അവർ മനസ്സിലാക്കുകയാണ്. ഇവിടെ തേർഡ് പാർട്ടി എന്ന് പറയുമ്പോൾ ആ ഒരു കാര്യം മാത്രമല്ല, കുറേ കാര്യങ്ങൾ നിങ്ങൾക്കൊരു തടസ്സമായിരുന്നു, ഈ ഒരു ബന്ധത്തിൽ തടസ്സമായിരുന്നു എന്നവർ പറയുകയാണ്. അപ്പോൾ നിങ്ങളുമായിട്ട് സംസാരിക്കാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളോട് അവർ പറയും ഐ ഫെൽറ്റ് ലൈക്ക് യു ഡിഡിൻറ്റ് കെയർ. നിങ്ങളുമായിട്ടുള്ള ഈ ഒരു പ്രണയബന്ധത്തിൽ ഈ ഒരു സെപ്പറേഷൻ വന്നപ്പോൾ നിങ്ങളത് വലിയ കാര്യമാക്കില്ല എന്നവർക്ക് തോന്നിയെന്നാണ് പറയുന്നത്. ഈ ഒരു സെപ്പറേഷൻ വന്നപ്പോൾ അവർ ചിന്തിച്ചത് അവർക്ക് അവരുടെ കാര്യങ്ങളായിട്ട് പോവാം, നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങളായിട്ട് പൊക്കോളും, അത് നിങ്ങൾ മറന്നു പൊക്കോളും എന്നവർ കരുതിയിട്ടുണ്ട്. എന്നാൽ ഇവിടെ നിങ്ങൾക്കും മറക്കാനായിട്ട് സാധിച്ചിട്ടില്ല, അവർക്കും മറക്കാനായിട്ട് സാധിച്ചിട്ടില്ല എന്ന് കാർഡ്സ് പറയുന്നുണ്ട്. റെസ്പോൺസിബിലിറ്റീസ് എന്നാണ് കിട്ടിയിട്ടുള്ളത്. I have to take care of my financial and emotional needs. അപ്പോൾ അവർക്ക് ഉത്തരവാദിത്തത്തെ അവർ പറയുന്നു. ഇവിടെ തേർഡ് പാർട്ടിയിൽ കിട്ടിയിട്ട് കണ്ടോ, അവർക്ക് ഈ ഒരു കാരണം മാത്രമല്ല, അവരുടെ അഭിമാനം ചോദ്യം ചെയ്യപ്പെടും എന്നുള്ള കാര്യം മാത്രമല്ല, അവർക്ക് ഫിനാൻഷ്യൽ പരമായിട്ടും അവരുടെ ഫാമിലി പരമായിട്ടുള്ള വേറെയും കുറേ കാര്യങ്ങൾ ഉണ്ടായിരുന്നു എന്ന് അവർ പറയുകയാണ്. അപ്പോൾ നിങ്ങളുമായിട്ട് ചർച്ച ചെയ്യുമ്പോൾ, സംസാരിക്കുമ്പോൾ ഇതൊക്കെ അവർ നിങ്ങളോട് പറയും. എന്നാൽ അവർക്ക് നിങ്ങളെ മിസ് ചെയ്യുന്നു എന്ന് തന്നെയാണ് കാർഡ്സ് പറയുന്നത്. ഈ ഒരു സെപ്പറേഷൻ സമയത്തും നിങ്ങൾക്ക് അവരെ മിസ് ചെയ്തതുപോലെ അവർക്കും നിങ്ങളെ മിസ് ചെയ്യുന്നു എന്നാണ് ഇവിടെ ഈ കാർഡ് പറയുന്നത്. എന്താണ്? ഐ മിസ് അവർ ഇൻസൈഡ് ജോക്സ്. നിങ്ങളുമായിട്ട് സംസാരിച്ചിരുന്ന നിമിഷങ്ങൾ അവർക്ക് മിസ് ചെയ്യുന്നു, നിങ്ങളെ മിസ് ചെയ്യുന്നു, നിങ്ങളുമായിട്ട് സംസാരിച്ചിരുന്ന തമാശകൾ മിസ് ചെയ്യുന്നു. നിങ്ങളെ മിസ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ എന്താണ്? നിങ്ങളെ മറക്കാനായിട്ട് അവർക്ക് സാധിച്ചിട്ടില്ല, നിങ്ങളിലാണ് അവർ സന്തോഷം കണ്ടെത്തിയതെന്നാണ്. എന്താണ്? 2 കാർഡും കൂടി എടുക്കണോ? എടുക്കാം. ഒന്നാമത്തെ കാർഡ് 3 ഓഫ് വാൻസ് കാർഡ് റിവേഴ്സ് ആണ്, ടവറാണ് കിട്ടിയിട്ടുള്ളത്. ഇവിടെ എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂവറുടെ എനർജിയാണ് കാർഡ് പറയുന്നത്. ഇവിടെ സംശയമാണ്. കാത്തിരിപ്പ് എന്ന് പറയുന്നത് കുറേ നാളായിട്ട് നിങ്ങൾ ചെയ്യുന്നൊരു കാര്യമാണ്. പ്രതീക്ഷയുണ്ട്, ചില സമയങ്ങളിൽ ആ പ്രതീക്ഷ നഷ്ടപ്പെടുന്നുണ്ട്. ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾ അങ്ങനെ ചിന്തിക്കരുത്. നെഗറ്റീവ് ചിന്ത നമ്മളിൽ വന്നാൽ, നെഗറ്റീവ് എനർജി നമ്മളിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ കാര്യങ്ങൾ നേടാനായിട്ട് തടസ്സമാവും. പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്തുകൊണ്ട് മുന്നോട്ട് ഫോക്കസ് ചെയ്യാനാണ് യൂണിവേഴ്സ് പറയുന്നത്. കേട്ടോ? ഇപ്പോൾ നിങ്ങളിലേക്ക് ആ പേഴ്സൺ വന്നിട്ടില്ല എങ്കിൽ നിങ്ങൾ പ്രതീക്ഷയോട് കൂടിയിട്ട് വന്നു എന്ന് കരുതിയിട്ട് അഫർമേഷൻസും ചെയ്യാം. താങ്ക് യു യൂണിവേഴ്സ് എന്ന് പറയുക. അപ്പോൾ നിങ്ങളിലേക്ക് നിങ്ങൾ ആഗ്രഹിച്ച കാര്യം എത്തും. അല്ലാതെ വരൂ എന്നുള്ള സംശയം വന്നു കഴിഞ്ഞാൽ ഡിലേ തന്നെയാണ് നിങ്ങൾക്ക് സംഭവിക്കാൻ പോകുന്നത്. നെക്സ്റ്റ് കാർഡ് ടവറാണ്. ടവർ എന്ന് പറഞ്ഞാൽ എന്താണ്? നിങ്ങൾ പോസിറ്റീവ് തിങ്കിങ് കൊണ്ടുവന്നു കഴിഞ്ഞാൽ നിങ്ങളിലേക്ക് നിങ്ങളുടെ പേഴ്സൻ്റെ തിരിച്ചുവരവ് തന്നെയാണ് കാണിക്കുന്നത്. ടവർ ബ്രേക്ക് ആവുന്നു, നോ കോണ്ടാക്റ്റ് മാറുന്നു, സെപ്പറേഷൻ മാറുന്നു, നിങ്ങൾക്ക്
പ്രതീക്ഷ തന്നെയാണ്, ആ ലൈറ്റ് നിങ്ങളിലേക്ക് തന്നെയാണ്. യൂണിവേഴ്സിൻ്റെ ബ്ലെസ്സിങ്സ് നിങ്ങളിലേക്ക് തന്നെയാണ്. പ്രതീക്ഷയോട് കൂടിയിട്ട് അഫർമേഷൻസ് ചെയ്യുന്നവർക്ക് ഒത്തിരി പേർക്ക് കാര്യം സാധിച്ചതായിട്ട് പേഴ്സണലായിട്ട് മെസ്സേജ് വന്നിട്ടുണ്ട്. റീഡിംഗ് എടുത്തവർക്ക് അറിയാം, അവരുടെ പേഴ്സൺ മടങ്ങി വന്നു എന്ന് പറഞ്ഞിട്ടും മെസ്സേജും കോളൊക്കെ നമുക്ക് വരുന്നുണ്ട്. 2 കാർഡും കൂടി ഓറക്കൽ കാർഡ് എടുക്കാം. ചേസർ എന്നാണ് കിട്ടിയിട്ടുള്ളത്. മെൻഡ് എന്നാണ് കിട്ടിയിട്ടുള്ളത്. ഐ ഡോണ്ട് വാണ്ട് ടു ചേസ് എനിമോർ. നിങ്ങൾ പറയുന്ന എനർജിയാണ് കിട്ടിയിട്ടുള്ളത്. എനിക്ക് ഇനിയൊരു പിന്തുടരൽ വേണ്ട, ഞാൻ ഇനി ഒന്നിനും പോണില്ല, ഞാൻ എൻ്റെ കാര്യങ്ങൾ നോക്കുകയാണ് എന്ന് നിങ്ങൾ തീരുമാനിച്ചു കഴിഞ്ഞു. ഓക്കെ, നിങ്ങളുടെ തീരുമാനമാണ് കാണിക്കുന്നത്. പക്ഷെ യൂണിവേഴ്സിൻ്റെ തീരുമാനം ഇവിടെ കാണിക്കുന്നത് എന്താണ്? മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഐ വാണ്ട് ടു ഫിക്സ് അവർ കണക്ഷൻ. അവർ നിങ്ങളുമായിട്ടുള്ള ഈ റിലേഷൻഷിപ്പിൽ ഒരു തുടക്കത്തിൽ തന്നെയാണ് ആഗ്രഹിക്കുന്നത്, ഫിക്സ് ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത്. കണ്ടോ, അവർക്ക് നിങ്ങളെ വേണം. ഇനി ടൈം കാർഡ് കൂടി എടുത്തിട്ട് നമുക്ക് റീഡിങ് അവസാനിപ്പിക്കാം. ഇപ്പം എല്ലാവർക്കും ടൈം കാർഡ് വേണം. ടൈം കാർഡ് ഉണ്ടെങ്കിലേ ഒരു ആശ്വാസമുള്ളൂ എന്ന് പറയുന്നു. നോക്കാം. വിത്തിൻ 6 months. അപ്പോൾ ഇവിടെ സംശയമുള്ളവർക്കാണ് 6 മാസ കാലയളവ് കിട്ടിയിട്ടുള്ളത് കേട്ടോ. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് വരാനായിട്ട് 6 മാസ കാലയളവ് എന്ന് പറയുന്നത് സംശയമുള്ളവർക്കാണ്, എല്ലാവർക്കും നല്ല. ഇൻ 17 days. പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുന്നവർക്ക് 17 ദിവസം ഉള്ളൂ കേട്ടോ. 17 ദിവസം എന്ന് പറഞ്ഞാൽ വളരെ ലോങ് ആയിട്ട് തോന്നുന്നുണ്ടോ? 22 days ഉണ്ട്. ഒരു കാർഡും കൂടി എടുക്കണോ? ഒന്നും കൂടി എടുക്കാം. റീഡിങ് കാണുന്നവർ വേറെയും കുറേ കാര്യങ്ങൾ പ്രതീക്ഷിച്ചിട്ടാവും കാണാം. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഓൺ ഡേറ്റ് 2/11/2029 ഓഫ് ദിസ് ഓർ നെക്സ്റ്റ് മന്ത് ടേക്ക് മദർ ഓർ മദർ ലൈക്ക് ലേഡി ഹെൽപ്പ്. അപ്പോൾ അമ്മയോ അമ്മയെപ്പോലെ നമ്മൾ കരുതുന്ന അങ്ങനൊരു സ്ഥാനത്തുള്ള വ്യക്തികളായിരിക്കാം നിങ്ങൾ ആവശ്യപ്പെട്ട ഒരാവശ്യത്തിന് നിങ്ങളെ സഹായിക്കുന്നത്. അപ്പോൾ ഈ റീഡിംഗ് എന്ന് പറയുന്നത് നിങ്ങളുടെ പേഴ്സൻ്റെ ചിന്തകളെയാണ് കാണിക്കുന്നത്. രാത്രികാലങ്ങളിൽ അവർക്ക് നിങ്ങളെ നല്ല രീതിയിൽ മിസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർ പറയുന്ന കാര്യങ്ങളും ഇവിടെ കാണിക്കുന്നു. എന്തുകൊണ്ടാണ് നിങ്ങൾ ഇന്ന് മാറിപ്പോയിട്ടുള്ളത്? തേർഡ് പാർട്ടിയാണ്. തേർഡ് പാർട്ടി എന്ന് പറയുമ്പോൾ ഒരു വ്യക്തി മാത്രമായിരിക്കണമെന്നില്ല. ഇവിടെ ഫിനാൻഷ്യലായിട്ടുള്ള കാര്യങ്ങളുണ്ട്, ഒരുപാട് റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്. നിങ്ങളോട് പറഞ്ഞിട്ട് പോയിട്ടുള്ള എനർജീസ് ഉണ്ടാവാം, നിങ്ങളോട് പറയാണ്ട് ക്വിക്കായിട്ടും പോയിട്ടുള്ള എനർജീസ് ഉണ്ടാവാം. എന്തു തന്നെ ആയാലും പ്രപഞ്ചശക്തി എല്ലാത്തിനും സാക്ഷിയാണ് എന്ന് ഞാനും പറയാണ്. പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുന്നവർക്ക് നിങ്ങളുടെ കാര്യം എളുപ്പത്തിൽ സാധ്യമാകും. ഓക്കെ, ബോൾഡായിട്ട് നിൽക്കുക, പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക. എന്നെ കൊണ്ട് സാധിക്കുമെന്നുള്ള വിശ്വാസം നിങ്ങളിൽ ആദ്യം കൊണ്ടുവരാം. ഈ റീഡിംഗ് ഞാനിവിടെ നിർത്തുകയാണ്. ഈ റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും പേഴ്സണലായിട്ടും അല്ലാതെയും അറിയിക്കാം. പേഴ്സണലായിട്ട് റീഡിംഗ് ആവശ്യമുള്ളവർക്ക് എൻ്റെ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം. നിങ്ങളുടെ കറക്റ്റായിട്ടുള്ള കാര്യം ഞാൻ പറഞ്ഞു തരാം. കൂടുതൽ വീഡിയോസുമായിട്ട് നിങ്ങളുടെ മുന്നിൽ ഞാൻ വരും. നിങ്ങളുടെ സ്വന്തം നിംസ്.